ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ. ഇത് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് അവൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഓയിലൊന്നും അധികം യൂസ് ചെയ്യാണ്ട് വെറും 1 ടേബിൾ സ്പൂൺ മാത്രം നെയ്യ് യൂസ് ചെയ്തിട്ടാണ് ഈ ഹൽവ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് അവലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബ്രൗൺ കളർ അവലാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 കപ്പ് അവൽ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ഈ അവലൊന്ന് ക്രിസ്പി ആവണ വരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ കയ്യിൽ ഇതുപോലെ ഒന്ന് എടുക്കുമ്പോൾ അത് ഇങ്ങനെ പൊടിഞ്ഞു പോകണം, നല്ല ക്രിസ്പി ആയിരിക്കണം അത്. അപ്പോൾ അതുവരെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു ചെറിയ ബെല്ലം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 6 ബെല്ലം ശർക്കര അതിലേക്ക് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിച്ചിട്ടുള്ള അളവാണ് പറഞ്ഞത് 1 കപ്പ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ശർക്കരയുടെ കളർ അനുസരിച്ചിരിക്കും അലുവയുടെ കളർ കേട്ടോ. അപ്പോൾ ഇച്ചിരി ഡിം കളറാണെങ്കിൽ അലുവയുടെ കളർ ഇച്ചിരി ഡിമ്മായിട്ടിരിക്കും. അപ്പോൾ നല്ല ഡാർക്ക് കളർ ശർക്കരയാണ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ശർക്കര ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. നൂൽപ്പരിവ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ 1 കപ്പ് ശർക്കരയ്ക്ക് ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അവലുണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വറുത്തെടുത്തത്. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ അവലും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ അവലും ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നാളികേര പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2.5 കപ്പ് നാളികേരപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ കട്ടകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒഴിച്ചതിന് ശേഷം ഇനി അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കരപ്പാനി അരിച്ചെടുത്തതാണ്, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഹൽവ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാത്രം എടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുക, അല്ലെങ്കിൽ അടി നല്ല കട്ടിയുള്ളൊരു പാത്രം നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ അതിലേക്കൊരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ കൈ വിടാണ്ട് നന്നായിട്ട് തന്നെ കൈകൊണ്ട് മിക്സാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് തന്നെ നമുക്കതൊന്ന് കുറുക്കിയെടുക്കാം. ഇനി അതിലേക്ക് ഏലക്കായപ്പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് കൈ വിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഭയങ്കര ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ബബിൾസൊക്കെ ഇതുപോലെ വന്ന് കഴിഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നെയ്ക്ക് പകരം നിങ്ങൾക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി. നമ്മളിപ്പോൾ ഈ ഹൽവയിൽ ഈ 1 സ്പൂൺ നെയ്യ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ നമ്മൾ ഹൽവ ഉണ്ടാക്കുമ്പോൾ കുറേ നെയ്യും അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും നമ്മൾ കുറേ യൂസ് ചെയ്യും. ഇതിലിപ്പോൾ ഈ 1 സ്പൂൺ മാത്രം നെയ്യ് മാത്രം ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഞാൻ ഈ ടൈമിൽ കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വൈറ്റെള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റെള്ള് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് കാഷ്യൂനട്ട് എന്തായാലും ഇട്ട് കൊടുക്കാൻ നോക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിത് മിക്സാക്കി കൈ എടുക്കാണ്ട് ഇത് മിക്സാക്കി എടുക്കണം. അപ്പോൾ ആ പാനിൽ നിന്ന് അത് വിട്ട് വരുന്ന രീതി വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കുമ്പോൾ അത് ആ പാനിൽ നിന്ന് അത് തന്നെ വിട്ടു പോരും. അപ്പോൾ ആ ടൈമിൽ നമുക്കതിലേക്ക് കുറച്ചും കൂടി കാഷ്യൂനട്ടും അതുപോലെ തന്നെ കുറച്ച് വൈറ്റെള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഹൽവ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ അത്യാവശ്യം നെയ്യൊക്കെ പുരട്ടി ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നെയ്യൊക്കെ പുരട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൽവ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഇത് റെഡിയാക്കി വെക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ച ഹൽവ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക.
അതിനുശേഷം ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ദേ നമ്മുടെ ഹൽവയൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി അന്ന് തന്നെയാണ് കേട്ടോ അത് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഡാർക്കായിട്ടുള്ള കളർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഹെൽത്തി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവൽ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഹൽവയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്